മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് പ്രസൻറ്റ് ജഡ്ജ്മെൻ്റ് എ സൺ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പാപം ചെയ്യുമ്പോഴേ സംഭവിക്കുന്ന 6 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആ എപ്പിസോഡ് തിരഞ്ഞുപോയി അത് പഠിക്കണം. വി ലൂസ് ഫെലോഷിപ്പ്, വി ലൂസ് ജോയ് ഓഫ് സാൽവേഷൻ, God cannot use us, our prayers will not be answered, and our boundaries, fences will be broken, and finally Satan will make claim on us. 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പോയി പഠിക്കണം എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ച് നമ്മൾ ദൈവസന്നിധിയിലെ ദൈവത്തിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരായിട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അടുത്ത 2 എപ്പിസോഡിലായിട്ട് നമ്മൾ ഈ ബാലശിക്ഷയെക്കുറിച്ച്, അവർക്ക് ദൈവം ബാലശിക്ഷ കൊടുക്കുന്നു എന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചല്ലോ. ബാലശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1 കൊരിന്ത്യർ 11:31-32 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം സാധാരണ നമ്മെ തന്നെ വിധിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ചെയ്യുന്നത്. അവിടെ ബാലശിക്ഷയെക്കുറിച്ച് റെഫറൻസ് പറയുന്നു. ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചു, കഠിനമായി ശിക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അനേകം രാഷ്ട്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അവരോടൊന്നും ഇടപെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇസ്രായേലിനോട് ദൈവം ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പം തന്നെ 1948 ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഏതൊക്കെ കഷ്ടതയിൽ കൂടി അവരെ കടത്തിക്കൊണ്ടുപോയി, AD 70 ശേഷം ഏതൊക്കെ കഷ്ടതയിൽ കൂടി അവരെ കടത്തിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. അതിനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ എപ്പിസോഡ് ചെയ്തപ്പോൾ അതിനകത്ത് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കഷ്ടതയിൽ കൂടി അവരെ കടന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവരെ ദൈവം ആക്രമിക്കുകയാണ്. ചുറ്റുമുള്ള ശത്രുക്കളെ ബലപ്പെടുത്തി അവരെ ആക്രമിക്കുകയാണ്. എന്താണ് കാരണം? പാപത്തിൻ്റെ പരിണിത ഫലമാണത്. എന്ന് വെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ മക്കൾക്ക് അടി കിട്ടും എന്നുള്ളതാണ്. മക്കളെല്ലാം തള്ളിക്കളയുകയല്ല. സാധാരണ നമുക്കറിയാം, മക്കളുണ്ടെങ്കിൽ മക്കളെ ബാലശിക്ഷയിൽ വളർത്തും, അവർക്ക് അടി കിട്ടും എന്നുള്ള. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. ബട്ട് ഇഫ് യു ബി വിത്തൗട്ട് ചാസ്റ്റിറ്റ്മെന്റ് വെയർ ഓഫ് ഓൾ ആർ പാർട്ടേക്കേഴ്സ് ദെൻ ആർ ഈ ബാസ്റ്റേഡ്സ് നോട്ട് സൺ. അങ്ങനൊരു വേർഡാണ് യൂസ് ചെയ്തത്, ബാസ്റ്റേഡ്. നിങ്ങൾ ജാരസന്തതിയാണ്. നിങ്ങൾക്ക് ബാലശിക്ഷ കിട്ടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ജാലസന്തതിയാണ്. മോവാബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മോവാബ് ഒരു ജാരസന്തതി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോത്തിൻ്റെ പെൺമക്കൾ ജാരസന്തതിയായി ജനിച്ചതാണ് മോവാബ്യരും അമ്മോന്യരും. യെരമ്യാ പ്രവചനം 48:11 മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവൻ്റെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ സാദ് അവനിലിരിക്കുന്നു, അവൻ്റെ മണം പോയിട്ടുമില്ല. ഇതിനകത്ത് കാണുന്നത് ജാരസന്തതിക്ക് ശിക്ഷയാണ് വരുന്നത്, ന്യായവിധിയാണ് വരുന്നത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തക്ക സമയങ്ങളിൽ ബാലശിക്ഷയാണ് കൊടുക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു. യഹോവ മോശയോട് കൽപ്പിക്കുന്നതാണ്, നീ ഫറവോനോട് പറയണം, ഇപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. പുറപ്പാട് പുസ്തകം 4:22 വാക്യമാണ് ഞാൻ വായിച്ചത്. ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ. എന്നാൽ ഇസ്രായേൽ പുത്രനായിട്ടുള്ള ഇസ്രായേൽ വിഗ്രഹങ്ങളെ സേവിക്കുന്നത് വിട്ടുമാറാത്തതിനാൽ അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് അയച്ചതായിട്ട് കാണുന്നു. അവരെ ചാസ്റ്റിറ്റ്മെൻറ്റ് നടത്താനായിട്ട് അവരെ ബാലശിക്ഷയിൽ കൂടി കടത്തിവിടുകയാണ്. അവരെ നന്നാക്കി എടുക്കുവാനായി അവരെ അങ്ങനെ കടത്തിവിടുന്നതായിട്ട് കാണുന്നു. എന്നാൽ മോവാബിനെ സംബന്ധിച്ചുള്ള അവർ ജാരസന്തതിയാണ്. അവർക്ക് എന്താണുള്ളത്? അവർക്ക് ന്യായവിധിയാണുള്ളത്. അവരുടെ വിഗ്രഹാരാധന ഇല്ലാതെയായി എന്ന് കാണുന്നു. എന്നാൽ മോവാബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും വിഗ്രഹാരാധന ഉണ്ട് എന്ന് മറന്നു പോകരുത്. മോവാബിനോട് അതുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല.
നമ്മൾ പലപ്പോഴും പറയും, എന്താ ദുഷ്ടന്മാർ പന പോലെ തഴച്ചു വരുന്നത് കാണുന്നുണ്ടല്ലോ, അവരോട് ദൈവം ഇപ്പോൾ ഇടപെടുന്നില്ല, അവർ ദൈവത്തെ അറിയുന്നില്ല, അവർക്ക് അന്ത്യന്യായവിധിയുണ്ട്, അത് വലിയ ശിക്ഷയാണ്, നരകത്തിലേക്ക് പിശാച് തള്ളിക്കൊണ്ട് പോവാണ് അവരെ. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാലശിക്ഷയുണ്ട്. അവരിലെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവരിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പാപത്തിൽ വീണ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുകയും കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ടെൻസായിട്ടാണ് പറയുന്നത്. അത് തീർന്നിരിക്കുന്ന ഒരു കാര്യമല്ല, ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. കർത്താവിൻ്റെ രക്തം, വി നീഡ് ടു കൺഫസ്. അതിന് നമുക്ക് വലിയൊരു കൺവിക്ഷൻ ആവശ്യമാണ്. അത് നമുക്കൊരു ഒരു ക്ലെൻസിങ്ങിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലും എന്ന് നമ്മൾ മറന്നു പോകരുത്. ആദ്യം തന്നെ നമ്മൾ കൺഫസ് ചെയ്യണം. നമ്മുടെ ഉള്ളിലൊരു പാപത്തെക്കുറിച്ചൊരു ബോധം വരണം. അത് നമ്മളെ ക്ലെൻസ് ചെയ്യുമ്പോഴേ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും എന്നുള്ള ഒരു ചിന്ത ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ബാലശിക്ഷ പഴയ നിയമത്തിലും കൊടുത്തിട്ടുണ്ട്, പുതിയ നിയമത്തിലും ബാലശിക്ഷയെക്കുറിച്ച് ഒരുപാടിടത്ത് കാണാം. എന്നാൽ പാപികളെ സംബന്ധിച്ചിടത്തോളം ബാലശിക്ഷയില്ല, ദൈവത്തിൻ്റെ മക്കൾക്കാണ് ബാലശിക്ഷ ഉള്ളത്. സാധാരണ കേസിൽ നമ്മൾ പാപം ചെയ്താൽ എന്താ ചെയ്യുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നുണ്ട് പാപം ചെയ്തപ്പോൾ എന്താ ചെയ്തതെന്ന്. ഏദൻ തോട്ടത്തിൽ ചെയ്തപ്പോൾ തുടങ്ങിയാണത്. വി വിൽ ബ്ലെയിം സംബഡി. നമ്മൾ സാധാരണ ആരെങ്കിലും ഒരു സാഹചര്യത്തെ കുറ്റം പറയും, അല്ലെങ്കിൽ വ്യക്തിയെ കുറ്റം പറയും. ഹവ്വ പറഞ്ഞു, പാമ്പ് പറഞ്ഞു, ആദാം പറഞ്ഞു, ഹവ്വ നീ കൊണ്ടുവന്ന ഹവ്വ അതിനോട് തിന്നാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പഴി ചാഴുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമുക്കുള്ളത്. അല്ലെങ്കിൽ അന്യോന്യം കുറ്റം പറയും, എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്താണ്. മനുഷ്യൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഒരിക്കലൊരു വീട്ടിൽ ചെന്ന ഒരാൾ ഇങ്ങനെ രാവിലെ ബെല്ലടിച്ചു. ഏകദേശം 9 മണിയോളമായി. അവിടെ ഒരു വ്യക്തി താമസിക്കുന്നുണ്ട്. ബെല്ലടിച്ചു. കുറേ നേരം ബെല്ലടിച്ചു കഴിഞ്ഞിട്ടാണ് കതവ് തുറന്നത്. കുറേ നേരം ബെല്ലടിച്ച് കതവ് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി തുറന്നിട്ട്, ഇവരറിയാവുന്ന ഫ്രണ്ട്സാണ്. അന്നേരം ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു. കയറിയപ്പോൾ ഇദ്ദേഹം കതവ് തുറന്നിട്ട് ആദ്യം ഒന്നും ചോദിച്ചില്ല. ഈ കയറി വരുന്ന വ്യക്തി കണ്ട ഉടൻ തന്നെ ഇയാൾ പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്, ഞാൻ ഒരുപാട് ലേറ്റായി. ഇവനൊന്നും ചോദിച്ചില്ല, നീ എന്താ ലേറ്റായെന്നോ താമസിച്ചതോ ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് ഈ മനുഷ്യനെ കതവ് തുറന്നിട്ട് ഉടനെ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു സ്വഭാവമാണ് എപ്പോഴും സെൽഫായിട്ട് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു സ്വഭാവം. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ ആദ്യം മറ്റൊരാളിനെ ബ്ലെയിം ചെയ്യും. രണ്ടാമത് ഹീ വിൽ ബ്രിങ് എക്സ്ക്യൂസ്. ഇത് ഉറങ്ങിയത് പാപം എന്നുള്ള ഉദ്ദേശിച്ചല്ല പറഞ്ഞു, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിവതും നമ്മളൊരു എക്സ്ക്യൂസ് പറയാനായിട്ട് ശ്രമിക്കും. പഴയ നിയമത്തിൽ ഇതിനൊരു ഉദാഹരണമുണ്ട്. 1 ശമൂവേൽ 15-14 വാക്യം. ശൗലിനോട് ശമൂവേൽ ആവശ്യപ്പെട്ടത് അമാലേക്കരെ മുഴുവൻ കൊന്നുകളഞ്ഞ് മുഴുവൻ സാധനങ്ങളും, ആട്, കാള, എന്താ എല്ലാം തന്നെ നീ കൊന്നുകളയണം, കൊണ്ടുവരരുത്, എല്ലാം വെട്ടിക്കളയണം എന്ന് പറഞ്ഞപ്പോഴേ 1 ശമൂവേൽ 14-15 വാക്യങ്ങൾ. അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്തേ എന്ന് ചോദിച്ചു. അവയെ അമേലിയക്കയുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്തരമായവരെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോട് സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞാൻ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ഇവിടെ ദൈവം പറഞ്ഞത് അതൊന്നും കൊണ്ടുവരരുതെന്നാണ്. എന്നാൽ നല്ലത് കണ്ടപ്പോൾ അതെടുത്തു. ഒരു എക്സ്ക്യൂസ് പറയുകയാണ്. നമ്മളെപ്പോഴും അങ്ങനെ പാപം ചെയ്യുമ്പോൾ ഒരു എക്സ്ക്യൂസ് പറയും. പഴയ നിയമത്തിൽ ഉള്ളൊരു ഉദാഹരണമാണ് പറഞ്ഞത്. മൂന്നാമത് പാപം ചെയ്തു കഴിയുമ്പോൾ പാപത്തെ മൂടി വയ്ക്കാനായിട്ട് ഒരു ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രചോദനം എപ്പോഴും വരും. പാപത്തെ മൂടി വയ്ക്കുക. സദൃശവാക്യം 28-13 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് ലംഘനങ്ങളെ മറച്ചു വയ്ക്കുകയല്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. വീണ്ടും നമ്മൾ നേരത്തെ ചിന്തിച്ച
1 കൊരിന്ത്യർ 11:32, 31, 32 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നില്ല. ദൈവം നമ്മൾ നടത്തുന്ന ശിക്ഷയാണ് ബാലശിക്ഷ. നേരത്തെ പറഞ്ഞു, പാപികളെ ദൈവം ശിക്ഷിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരെ ഒരു ദിവസത്തേക്ക് അത് ഒരുക്കിയിരിക്കുകയാണ്. അവരുടെ ലംഘനത്തിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക് അവർ ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഇന്ന് ശിക്ഷാവിധിയില്ല, അവർക്കിപ്പോൾ ബാലശിക്ഷയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഉള്ള ഒരു ചരിത്രം, അല്ല ചില പോയിന്റുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലെ കനാൻ ദേശത്തേക്ക് ഇവരൊന്നും കടക്കുകയില്ല എന്ന് ദൈവം സത്യം ചെയ്യുകയാണ്. കാരണം ഈ മനുഷ്യരൊക്കെയും ദൈവത്തിന് വിരോധമായി, മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്ത് മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എന്ന് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ആ ദൈവം അവരെ കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് അവരെ നയിക്കുമ്പോഴേ ദൈവത്തിന് കഴിയുന്ന കാര്യങ്ങൾ ആണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ ചിന്തിക്കുന്നത് ഈ ദൈവത്തിനെതിരായിട്ട് പറയുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന അവസ്ഥ. എന്നാൽ വീണ്ടും അവരെ മടങ്ങിപ്പോകാനായിട്ട് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. 14-ന്റെ 29-ഉം 30-ഉം വാക്യങ്ങളിലെ ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവങ്ങൾ വീഴും, യെഫുന്നയുടെ മകൻ കാലേബ്, നൂൻ്റെ മകൻ യോശുവ ഒഴികെ 20 വയസ്സിന് മേൽപോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്ത നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങൾ പാർപ്പിക്കും എന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല എന്ന് പറഞ്ഞു. അവർ മരുഭൂമിയിൽ കറങ്ങി തീരും എന്നുള്ളതാണ്. ഇന്നും ഇതുപോലെയാണ് ജീവിതത്തിലെ വിൽഡർനെസ് ക്രിസ്ത്യൻസ്, കറങ്ങി ജീവിതം തീർക്കുന്ന വിശ്വാസികൾ. എന്നാൽ കനാനിൻ്റെ അനുഭവത്തിൽ അവർക്ക് മടങ്ങിപ്പോകാനായിട്ട് കർത്താവ് അനുവദിക്കാതെ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീഴും. വിജയാളിയായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമാണ് കനാനിൻ്റെ അനുഭവം. എന്നാൽ പരാജയപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം. ഈജിപ്റ്റ് ഈ ലോകത്തെ കാണിക്കുകയാണ്. അതുകൊണ്ട് നിത്യരക്ഷ കൊണ്ട് നമ്മളെ അലങ്കരിച്ചിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ട്, എന്നാൽ തീർച്ചയായും നാം രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികളെ നമ്മൾ തരം തിരിക്കുമ്പോൾ ഈ 2 ടൈപ്പിലുള്ള ആളുകളെ നമുക്ക് കാണാം. മരുഭൂമിയിൽ കറങ്ങി നടക്കുന്ന ക്രിസ്ത്യാനികളും കനാനിൽ പോയി സ്വർഗീയമായിട്ട് ഉള്ള തേൻ കുടിക്കുന്ന അനുഭവത്തിലുള്ള ക്രിസ്ത്യാനികളെ നമ്മൾ കാണാം. കാരണം ഈ കറങ്ങി നടക്കുന്ന സ്വഭാവം പിശാചിൻ്റെ സ്വഭാവമാണ്. അവനിങ്ങനെ കറങ്ങി നടക്കുക. അത് ഈ പിശാചിൻ്റെ പൈശാചികമായിട്ടുള്ള ചിന്തകൾ വന്നിട്ട് ഇന്ന് മരുഭൂമിയിൽ കറങ്ങി അവസാനം എന്ത് സംഭവിക്കും? അവിടെ ശവം മരുഭൂമിയിൽ വീഴും. ദൈവത്തോട് പിറുപിറുത്ത് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാതെ ഇരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിത്യരക്ഷയിൽ കൂടി നമ്മളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ടെങ്കിലും നമുക്കതിൽ നിന്ന് ഒരു വലിയ വിടുതൽ, ഒരു രക്ഷ നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ശരിക്കും ബാലശിക്ഷയിൽ കൂടി ചിലപ്പോഴൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഈ ബാലശിക്ഷയുടെ പിന്നിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ കുറച്ചും കൂടെ റിഫൈൻ ചെയ്ത് ആ മധുരമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് ഈ ബാലശിക്ഷയുടെ കാര്യം നമുക്ക് നാളെ ചിന്തിക്കാം. ബാലശിക്ഷ തീർന്നിട്ടില്ല, കാരണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡിലൂടെ അത് മുമ്പോട്ട് പോകും. കർത്താവ് നമ്മളെ നടത്തുമ്പോഴേ നമ്മുടെ പാപങ്ങളെ മൂടി വയ്ക്കാനും, ഇന്ന് ഞാൻ പറഞ്ഞതാണ്, പാപങ്ങളെ മൂടി വയ്ക്കാനും പാപങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാനും, അതുപോലെ ഈ പാപം നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും ആയിരിക്കാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്ത് മരുഭൂമിയിൽ കറങ്ങി നടക്കുന്നൊരു സ്വഭാവമാണ്. അത് കർത്താവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്നുള്ള വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ കൊടുക്കണമേ. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച കാര്യം ഇപ്പോഴും കർത്താവെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് കർത്താവെ ഹൃദയത്തിലെ പാപങ്ങളെ മൂടി വയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവെ ഞങ്ങളെ മരുഭൂമിയിൽ പെറുപിറുത്ത് നശിച്ചു പോകാതിരിപ്പാൻ സ്വർഗീയമായ കനാനിലെ നിന്നോട് ചേർന്ന് ജീവിക്കുന്നവരായിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ശരീരത്തിലെ കർത്താവെ സോറിയാസിസ് ബാധിച്ച് കർത്താവെ ശരീരം മുഴുവൻ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഇത് ശ്രദ്ധിക്കുന്നു. കർത്താവെ അവരെ ഈ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ അലർജിക്കായിട്ടുള്ള ഇഷ്യൂസിൽ നിന്ന് വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ദീർഘമായിട്ട് പനിയും ചുമയും ഒക്കെ ആയിരിക്കുന്ന ചില ആളുകൾ കാണുന്നുണ്ടല്ലോ. ദൈവമേ, എന്ത് ആ ചുമ വിട്ടുമാറാതെ കർത്താവെ ആ കഫം വന്ന് കർത്താവെ പ്രയാസപ്പെടുന്നു, ശ്വാസം മുട്ടുമുണ്ടല്ലോ കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വലിയ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ എല്ലാം അനുഗ്രഹിച്ചോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഈ പ്രെയർ റിക്വസ്റ്റുകൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിടുതലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അത് നിങ്ങൾ വാട്സാപ്പിൽ ആ നമ്പറിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു സന്തോഷത്തിന് കാരണമായി തീരും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച തോറുമുള്ള ഉപവാസ പ്രാർത്ഥനയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ അയച്ചു തരുന്ന പ്രെയർ റിക്വസ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ ഇത് അയച്ചു തരുന്നുണ്ട്, അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ വലിയ വിടുതൽ വന്നു എന്ന് പറയുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.